പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രപ് സ്കെയിലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം, മലയാളം HSTക്ക് വേണ്ടി പരിശീലിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. ഡിസംബർ 31 നമ്മുടെ മലയാളത്തിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പം നിലവിൽ 2022 ജൂൺ 21 ഏറ്റവും ഒടുവിൽ HSA പരീക്ഷ നടന്നത്. അത് 2023 അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇപ്പോഴും നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിയമനം നടക്കുന്നില്ല, നിയമന നിരോധനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് HSA നിയമന നില കഴിഞ്ഞ ആഴ്ച വരെയുള്ള നിയമന നില വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും HSA നിയമനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് എന്ന്. അതിന്റെ ഒരു സ്ഥിതിവിവര കണക്ക് ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്യാം. ഏതായാലും നമ്മൾ HST മലയാളത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. ഈ സംബന്ധിച്ച് നമ്മുടെ നിയമനം സംബന്ധിച്ചും നിയമന നില സംബന്ധിച്ചും HST മലയാളത്തിന്റെ സിലബസ് സംബന്ധിച്ചും ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രപ് സ്കെയിലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡിസംബർ 31 നമ്മുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നാൽ ഏതാണ്ട് ജനുവരി 30 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ്ട് ജനുവരി 30 നമ്മുടെ അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഓർ ഓഗസ്റ്റ്, അതാണ് നമ്മുടെ പരീക്ഷ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് പരിശീലനത്തിനായിട്ട്, പൂർണ്ണ തോതിലുള്ള പരിശീലനത്തിനായിട്ട് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൂടുതൽ സമയം ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ തുടങ്ങിയ ക്ലാസ്സിനോടൊപ്പം എത്തുന്ന രീതിയിൽ പുതിയ ബാച്ചിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ് നിലവിൽ ഉള്ള അവസ്ഥ എന്ന്, ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നും ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതാണ്ട് പരീക്ഷ നമ്മൾ ഒരു ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? ജൂൺ, ജൂലൈ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ആ സമയത്താണ് നമ്മൾ പരീക്ഷ ഏതാണ്ട് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അതിന് ഇങ്ങോട്ട് വരികയല്ലാതെ അങ്ങോട്ട് പോകാൻ വളരെ സാധ്യത കുറവാണ്. ഇനി എന്താണ് നിലവിലുള്ള നിയമന നില എന്താണ്? 3 ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു കണക്ക് പ്രകാരം എങ്ങനെയാണ് ഹൈസ്കൂൾ നിയമനം 2023 നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നുള്ള നിയമനം എന്താണ് എന്നുള്ളതാണ്. നല്ല രീതിയിൽ നിയമനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിയമനമില്ല, HSA മലയാളത്തിന് പോസ്റ്റുകളില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും ശരിയല്ലാത്ത കാര്യമാണ് എന്നാണ് ഈ നിയമന നിലയുടെ ലിസ്റ്റ് നമ്മളോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. ഏതാണ്ട് 5214 പേരാണ് ആകെ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ കട്ട് ഓഫ് മാർക്കിന്റെ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെയിൻ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്, അല്ലേ? ടോട്ടൽ അഡ്വൈസ് നൽകിയിട്ടുള്ള ആളുകൾ, നിയമനം നൽകിയിട്ടുള്ള ആളുകളുടെ എണ്ണവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആകെ 642 പേരായിരുന്നു അപേക്ഷിച്ചത്. 47.3 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. അതില് മെയിൻ ലിസ്റ്റിൽ 117 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 87 നിയമനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നന്നായി നിയമനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്.
ഇനി കൊല്ലത്ത് ഏതാണ്ട് 29 ആൾക്ക് നിയമനം നടന്നു കഴിഞ്ഞു. അവിടെ ആകെ അപേക്ഷിച്ചത് 389 പേർക്കാണ് ഇവരാണ് അപേക്ഷിച്ചത്. അതില് ഏതാണ്ട് 29 പേർക്ക് ഇതുവരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. അവിടെ കട്ട് ഓഫ് മാർക്ക് 49 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് കൊല്ലം ജില്ലയിൽ. ഇനി ആലപ്പുഴയിൽ 170 പേരാണ് അപേക്ഷിച്ചതെങ്കിൽ ഏതാണ്ട് 27 പേർക്ക് നിയമനം ഇതുവരെ കിട്ടിക്കഴിഞ്ഞു. 47.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലകളിലും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി പത്തനംതിട്ടയിൽ 85 അപേക്ഷയുണ്ടായതിൽ അവരിൽ 10 ആളുകൾക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞു. ഇനി കോട്ടയത്ത് 105 പേർ അപേക്ഷിച്ചതിൽ അതിൽ 18 പേർക്ക് നിയമനം നൽകി കഴിഞ്ഞു. എറണാകുളത്ത് 249 ആളായിരുന്നു അപേക്ഷയുണ്ടായിരുന്നത്. അതിൽ 28 പേർക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇടുക്കിയിൽ 193 പേരാണ് അപേക്ഷിച്ചത്. 18 പേർക്ക് നിയമനം നൽകി കഴിഞ്ഞു. തൃശ്ശൂരിൽ 15 ആളുകൾക്ക് ആണ് നിയമനം കിട്ടിക്കഴിഞ്ഞത്. പാലക്കാട് 84 പേർക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞു. മലപ്പുറത്ത് 60 പേർക്ക്. ഇപ്പൊ വന്നിട്ടുള്ളതിൽ ഇപ്പോ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ നിയമനം കിട്ടിയിട്ടുള്ളത് 60 പേർക്ക് മലപ്പുറത്താണ്. ഇനി കോഴിക്കോട് 39 ആളുകൾക്ക് ഇതുവരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. വയനാട്ടിൽ 8 പേർക്കും, കണ്ണൂരിൽ 42 പേർക്കും, കാസർഗോഡ് 54 പേർക്കും, അങ്ങനെ 480 പേർക്ക് ഇതുവരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾക്കറിയാം, 2023 വന്ന ലിസ്റ്റാണ്. ഇനിയും നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിയമനം ശുപാർശകള് അഡ്വൈസ് മെമ്മോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിയമനം ഇനിയും നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ്. കാരണം എന്ത് തന്നെയായാലും ഹൈസ്കൂൾ അധ്യാപകരുടെ തസ്തിക ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് 2025 നടക്കുന്ന പരീക്ഷയിൽ ഇനി വരുന്ന ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു വരുന്ന നിയമനങ്ങൾക്കെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പരിശീലനം നടത്തണം. നമ്മൾ പോസ്റ്റ് ഇല്ല, ഒഴിവൊന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശരായി മാറിയിരിക്കേണ്ടതില്ല. ഇത് നല്ല രീതിയിൽ നിയമനം നടന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നല്ലത്. വളരെ പിന്നോക്ക ജില്ല എന്നൊക്കെ പറയുന്ന കാസർഗോഡൊക്കെ 54 പേർക്ക് നിയമനം നൽകി കഴിഞ്ഞു HSA എന്നുള്ളതാണ്, അല്ലെ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്ക് ഈ നിയമന നില ഒരു പ്രചോദനം തന്നെയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. അടുത്തത് പരീക്ഷ സംബന്ധിച്ചുള്ള സിലബസ് ആണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ആകെ 100 മാർക്കില് 20 മാർക്കിന്റെ പേപ്പറാണിത്. ഒന്ന് മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്. നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആണ്. ഇപ്പോ പ്രാഥമികമായിട്ടുള്ള പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്, അല്ലെ? മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട്, മലയാളം പഠന ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായ ചോദ്യങ്ങളാണ്. അങ്ങനെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പാർട്ട് എയിൽ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റാവുന്ന, വലിയ സമയമൊന്നും ചെലവഴിക്കാതെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു മേഖലയാണ്. ഇതിൽ നമുക്കൊരു 10-15 മാർക്ക് ഒരു ശരാശരി പഠിക്കുന്ന കുട്ടിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് ഇപ്പോഴേ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതാണ്. അതിന് കൃത്യമായ ക്ലാസ്സുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ആളുകൾക്കും അതിന്റെ വേഗത അനുസരിച്ച് നമ്മൾ ഈ മാർക്ക് നേടാനുള്ള, 20 മാർക്ക് കിട്ടാനുള്ള ഒരു തീവ്ര പരിശീലനം പ്രെപ് സ്കെയിൽ നിങ്ങൾക്ക് തരും എന്നുള്ളത് തീർച്ചയാണ്. അടുത്തത് 80 മാർക്കിനാണ് നമ്മുടെ വിഷയത്തിന്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ മലയാളത്തിൽ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ചോദിക്കുന്നത് 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അത് നമുക്ക് അതാണ് നമ്മുടെ ഒരു ശക്തി. അത് നമ്മൾ പൂർണ്ണമായും പിടിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ 20 മാർക്കിൽ നിന്ന് ഒരു 10-15 മാർക്കും, അതേപോലെ ഇതിനകത്ത് നിന്ന് നമുക്കൊരു 80% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അഡ്വൈസ് മെമ്മോ അയക്കുന്നതിൽ ആദ്യം നമ്മൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെന്ത് വേണം? അതിന് നമ്മൾ ഏതെങ്കിലും ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചില റാങ്ക് ഫയലുകൾ മാത്രം വെച്ച് പരിശീലിച്ചാൽ മതിയാവുകയില്ല. റാങ്ക് ഫയൽ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച്
നമ്മൾ ആധികാരികമായ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് തന്നെ റെഫർ ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പൊ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പുസ്തകങ്ങൾ ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് സംഘടിപ്പിച്ച് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള കുറിപ്പുകൾ തയ്യാറാക്കി പോവേണ്ടതാണ്. നമ്മൾ കടലാസിൽ എഴുതിയെടുക്കുന്നതിനേക്കാൾ നല്ലത് നല്ല കോളേജ് നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ചെറിയ ചെറിയ കുറിപ്പുകളാക്കി മാറ്റി വെക്കേണ്ടതാണ്. പരീക്ഷയുടെ ഒരു മാസം മുന്നേ നമുക്ക് എന്താണ് ഈ കുറിപ്പുകളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി പരീക്ഷയെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യുന്ന പരീക്ഷകളെല്ലാം OMR ഷീറ്റിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ, OMR ഷീറ്റിലുള്ള മാതൃകാ പരീക്ഷകളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം, മലയാളത്തിന്റെ ഭാഗത്തേക്ക് പോകാം. അല്ലെ, മൊഡ്യൂൾ നമ്പർ 1 അതിൽ 10 മാർക്കാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഈ പരീക്ഷയോട് അടുപ്പിച്ച് ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കൃത്യമായ പുതിയ സിലബസ് വരുന്നത്. ഇത് പഴയ സിലബസാണ്. ഈ സിലബസ് പ്രകാരമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പരീക്ഷയുടെ 2 മാസം മുമ്പ് നമുക്ക് പുതിയ സിലബസ് കിട്ടും. ആ സിലബസിൽ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടാകും, എന്നാൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അപ്പൊ പരീക്ഷയ്ക്ക് സിലബസ് വരും മുമ്പ് നമ്മൾ ഈ സിലബസ് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെല്ലാമാണോ കൂട്ടിച്ചേർത്തത് അതാണ് പഠിക്കേണ്ടത്. കാരണം ഇക്കഴിഞ്ഞ HSST 2028-2024 നടന്നിട്ടുള്ള HSST പരീക്ഷയില്ലേ, അതിൽ ഏറ്റവും ഒടുവിൽ 2 മാസം മുമ്പാണ്, 1.5 മാസം മുമ്പാണ് പുതിയ സിലബസ് BSc പുറത്തിറക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതുവരെയുള്ള ക്ലാസ്സിലുള്ള കാര്യങ്ങൾക്ക് പുറമെ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, മൊഡ്യൂളാക്കി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവർ സിലബസിനെ മൊത്തം റീസ്ട്രക്ചർ ചെയ്തു, 10 മൊഡ്യൂളാക്കി തിരിച്ചു. മലയാളത്തെ 10 മൊഡ്യൂളാക്കി തിരിച്ചു. ഓരോ മൊഡ്യൂളിനും 7 മാർക്ക് വീതം. അല്ലെ, 10 മൊഡ്യൂളാക്കി തിരിച്ചിട്ട് ഓരോ മൊഡ്യൂളിനും 7 മാർക്ക് വീതം. അങ്ങനെ 70 മാർക്കായിരുന്നു അവിടെ മലയാളത്തിൽ നിന്നുണ്ടായിരുന്നത്. നമുക്കതെന്താണ്, HSTക്ക് 80 മാർക്കാണ്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 7 മാർക്ക് വീതം. പക്ഷേ ചില മൊഡ്യൂളിൽ നിന്ന്, ഇപ്പോ ദൃശ്യകല എന്ന മൊഡ്യൂളിൽ നിന്നൊക്കെ 8-9 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ ആ രീതിയിൽ പുതിയ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ സൈബർ സാഹിത്യത്തിന് പ്രാധാന്യം നൽകി, പരിസ്ഥിതി സാഹിത്യത്തിന് പ്രാധാന്യം നൽകി, അതേപോലെ വിവർത്തന സാഹിത്യം ഒരു മൊഡ്യൂളായിട്ട് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ ഈ മറ്റു പുസ്തകങ്ങൾ, ഈ മേഖലയിലുമായി ബന്ധപ്പെട്ട മറ്റു പുസ്തകങ്ങൾ ധാരാളം പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊഡ്യൂളിൽ ചെറിയൊരു മാറ്റം വരുത്തുകയുണ്ടായിട്ടുണ്ട്. അല്ലെ, ഓക്കെ. ഇനി എന്താണ് മൊഡ്യൂൾ നമ്പർ 1 എന്ന് നോക്കാം. അപ്പൊ ഇതുപോലൊരു മാറ്റം നമ്മുടെ സിലബസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള സിലബസ് വെച്ച് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പരീക്ഷയോട് അടുപ്പിച്ചിട്ട് റിവിഷനോടൊപ്പം തന്നെ ആ പുതിയ മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് HSSTക്ക് നമ്മൾ ചെയ്തത്. അതേപോലെ ഒരു മാറ്റം നമ്മൾ സിലബസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പഴയ സിലബസ് ആണ്, ഇത് പ്രകാരമാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1ാമത്തെ മൊഡ്യൂള് മലയാള കവിത, പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്നുള്ളതാണ് 1ാമത്തെ മൊഡ്യൂള്. അതിന് 10 മാർക്കാണ് നൽകിയിട്ടുള്ളത്. പാട്ടുപ്രസ്ഥാനം, അതിൽ 1ാമത്തെ ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ചു പോവാം. പാട്ടുപ്രസ്ഥാനം, പാട്ടിന്റെ ലക്ഷണം, ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമെതുക മൗന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന ലക്ഷണം. അതിൽ എന്താണ് ദ്രമിഡ സംഘാതാക്ഷരം എന്നുള്ളത് വിശദീകരിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൽ വരുന്ന രാമചരിതം, തിരുനിഴൽമാല, നിരണം കൃതികൾ എന്നുള്ള പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. രാമചരിതം, അതിന്റെ ഭാഷ, അതിന്റെ സവിശേഷതകൾ, അതിന്റെ ഗ്രന്ഥകാരൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അത് വ്യത്യസ്ത ചരിത്ര പണ്ഡിതന്മാർ, സാഹിത്യ ചരിത്ര പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. 2ാമത്തെ കൃതിയായ ഗോവിന്ദൻ എഴുതിയ തിരുനിഴൽമാലയെ സംബന്ധിച്ച് പറയണം. നിരണം കൃതികളായിട്ടുള്ള ഭാരതമാലയും ഭാഷാ ഭഗവത്ഗീതയും കണ്ണശരാമായണവും കണ്ണശഭാരതവും കണ്ണശഭാഗവതവും ശിവരാത്രി മഹാത്മ്യവും പ്രത്യേകം ടോപ്പിക്കുകളായിട്ട് നമ്മൾ അതിന്റെ പൊതു സവിശേഷതകൾ നമ്മൾ പറഞ്ഞ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് പാട്ടിന്റെ നാടോടി സ്വഭാവം. അതിൽ തെക്കൻ പാട്ടും വടക്കൻ പാട്ടും പ്രത്യേകമായി ചോദിക്കാറുണ്ട്. അല്ലെ, പിന്നെ ഈ തെക്കൻ പാട്ടിന്റെ വരുന്ന വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതിൽ വില്ലടിച്ചാമ്പാട്ടിൽ ഉപയോഗിക്കുന്ന ഇത്, ഉലകുട പെരുമാൾ പാട്ട് തുടങ്ങിയിരിക്കുന്നവ. പിന്നെ വടക്കൻ പാട്ടില് 3 വിഭാഗങ്ങൾ, തച്ചോളിപ്പാട്ടുകൾ, പുത്തൂരം പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ എന്ന് പറയുന്ന വിഭാഗം. അതിൽ വരുന്ന കാര്യങ്ങളെല്ലാമാണ് അവിടെ വരുന്നത്. വടക്കൻ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ, ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് പഠിച്ച് മുന്നോട്ട് പോവേണ്ടതായിട്ട് ഉണ്ട്.
ഇനി മണിപ്രവാള പ്രസ്ഥാനമാണ് അതിൽ രണ്ടാമത് വരുന്നത്. മണിപ്രവാളത്തിന്റെ പൊതുവായ ലക്ഷണം ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നീണ്ടുകിടക്കുന്ന ഒരു 400 കൊല്ലക്കാലം നീണ്ടുകിടക്കുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമായിരുന്നു മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതിയായിട്ടുള്ള വൈശികതന്ത്രം മുതൽ പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതിയായിട്ടുള്ള ചന്ദ്രോത്സവം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചെരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, അതേപോലെ മധ്യകാല ചമ്പുക്കൾ, രാമായണം ചമ്പു, ഭാരതം ചമ്പു, ഭാഷാ നൈഷധം ചമ്പു, രാജരത്നാവലിയം, കൊടിയവിരഹം, അതുപോലുള്ള പ്രധാനപ്പെട്ട അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികളെല്ലാം പരിചയപ്പെടുത്തണം. അത് കഴിഞ്ഞ് സന്ദേശകാവ്യങ്ങളിലേക്ക് പോകണം, ആധുനിക സന്ദേശകാവ്യങ്ങളിലേക്ക് പോകണം. ആ രീതിയിൽ പ്രധാനമായിട്ടും ആ 400 കൊല്ലക്കാലത്തിൽ ഉണ്ടായിട്ടുള്ള മണിപ്രവാള കൃതികളെ മുഴുവൻ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് കൃഷ്ണഗാഥയാണ്. 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും അതിന്റെ പൊതു സവിശേഷതകളും, അതേപോലെ കിളിപ്പാട്ട്, എഴുത്തച്ഛനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട്, രാമപുരത്ത് വാര്യരുടെ സവിശേഷതകൾ, അതിന്റെ പൊതു സ്വഭാവങ്ങളെല്ലാമാണ് ആ ഭാഗത്ത് നമ്മൾ പഠിച്ചു പോവേണ്ടത്. അടുത്തത് കാൽപ്പനിക ഘട്ടം. കവിതയിൽ കൊടുങ്ങല്ലൂർ കളരി അല്ലെ, ഒരുപാട് കവികളുടെ ഒരു നിര തന്നെ വരുന്നുണ്ടല്ലോ ആ ഭാഗത്ത് അല്ലെ. വെൺമണി കവികൾ, കേരളവർമ്മ പ്രസ്ഥാനം, മഹാകാവ്യങ്ങൾ, അതിന്റെ പൊതു സവിശേഷതകൾ, പച്ചമലയാള പ്രസ്ഥാനം, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് പോവേണ്ടത്. അടുത്തത് കാൽപ്പനിക കവിതയാണ്. ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നു. കവിത്രയം, ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും അല്ലെ, ആശാനുള്ളൂർ, വള്ളത്തോൾ, ഇടപ്പള്ളി കവികൾ, ചങ്ങമ്പുഴ, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പള്ളി, ശങ്കരക്കുറുപ്പ്, വയലാറ്, പി ഭാസ്കരൻ, ONV തുടങ്ങിയവർ. ഇത്രയും പേരുകളെ ഇവിടെ നൽകിയിട്ടുള്ളൂ എങ്കിൽ പോലും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കവികളുടെ കവിതകളിലൂടെയും നമ്മൾ കടന്നു പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവര് കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതിലധികം പേർ നമുക്ക് അവരുടെ കവിതകളിലൂടെയും നമുക്കൊന്ന് കടന്നു പോവേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇനി ആഖ്യാനത്തിന്റെ പുതുവഴികൾ എന്നുള്ളതിൽ NV കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, M ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആധുനിക, ഉത്തരാധുനിക കവികൾ. അതിൽ പ്രധാനമായിട്ടും ഉത്തരാധുനിക കവികളെ നമ്മൾ പ്രത്യേകിച്ചൊന്ന് പരിചയപ്പെടാണം. കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ 2022-ലും 2024 HST പാർട്ട് ടൈം പരീക്ഷയിലും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഭാഗത്തോടെ നമ്മൾ കവിതയെ മൊത്തത്തിൽ, മലയാള കവിതയെ മൊത്തത്തിൽ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ആദ്യകാല കൃതിയായ രാമചരിതം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള P രാമൻ വരെയുള്ള കവികളുടെ പ്രധാനപ്പെട്ട കവിതകളുടെ എല്ലാം അവാർഡ് കിട്ടിയ കൃതികളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് അതിലാണ് ഈ ബ്ലോഗ് കവിതകൾ, സൈബർ കവിതകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അടുത്തത് മൊഡ്യൂൾ 2 10 മാർക്കാണ് മൊഡ്യൂൾ 2 ഉള്ളത്. മലയാള നോവലും ചെറുകഥയും, ആദ്യകാല കൃതികൾ മുതൽ സമകാല കൃതികൾ വരെ എന്നാണ്. അതില് ആദ്യഘട്ടം ആദ്യകാല നോവലുകൾ ചന്തുമേനോനും CV-യും. പക്ഷെ അതിനു മുമ്പ് ചില വിവർത്തന കൃതികൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഘാതകവധം പോലുള്ള കൃതികൾ അല്ലെ, പരദേശി മോക്ഷയാത്ര, അതുപോലെ തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുള്ള, ഇന്ദുലേഖയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ചില കൃതികളെയും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ദുലേഖയെ പരിചയപ്പെടുത്തണം, ശാരദയെ പരിചയപ്പെടുത്തണം, അതേപോലെ തന്നെ CV രാമൻപിള്ള ചരിത്ര നോവലുകൾ, അദ്ദേഹത്തിന്റെ പ്രേമാമൃതം എന്ന സാമൂഹ്യ നോവൽ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള പിന്നെ പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം പോലുള്ള കൃതികൾ. അങ്ങനെ ആദ്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്ര നോവലുകൾ, ആദ്യകാലത്തുണ്ടായിട്ടുള്ള സാമൂഹ്യ നോവലുകൾ എല്ലാം നമ്മൾ ആ ഭാഗത്ത് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെ. ഓക്കെ. ഇനി രണ്ടാം ഘട്ടം തകഴി, ദേവ്, ബഷീർ. ഏതാണ്ട് നവോത്ഥാന കാലഘട്ടത്തിലേക്ക് മലയാള നോവൽ പ്രവേശിക്കുകയായി. തകഴിയുടെ പ്രധാനപ്പെട്ട രചനകൾ, അതേപോലെ തന്നെ ദേവിന്റെയും ബഷീറിന്റെയും രചനകളൊക്കെ, അതിന്റെ പൊതു സവിശേഷതകൾ, അതിലെ പ്രത്യേക പരാമർശങ്ങൾ ഒക്കെ നമ്മൾ നോക്കി മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഭാവുകത്വ വ്യതിയാനം. അതിൽ TA രാജലക്ഷ്മിയുടെ കൃതികളാണ്. രാജലക്ഷ്മി ഏതാണ്ട് 2.5 കൃതികൾ ഇല്ലേ. അതായത് ഞാനെന്ന ഭാവവും, അതേപോലെ തന്നെ പിന്നെ നിഴലുറങ്ങുന്ന വഴികളും, ഉച്ചവെയിലും ഇളന്നിലാവും, അത് വത്സലയുടെ കൃതിയാണ്. ഉച്ചവെയിലും ഇളന്നിലാവും, അതൊക്കെ ആ കൃതികളെല്ലാം ഒന്ന് പരാമർശിച്ചു പോവേണ്ടതുണ്ട്. അതേപോലെ തന്നെ MTയുടെ പ്രധാനപ്പെട്ട രചനകളെല്ലാം തന്നെ 4 കെട്ട് മുതൽ, അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായ 4 കെട്ട് മുതൽ അല്ലെ, അതേപോലെ തന്നെ പാതിരാവും പകൽ വെളിച്ചവും പോലുള്ള കഥാസമാഹാരങ്ങൾ, ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്നെ രണ്ടാം ഊഴം, വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള രണ്ടാം ഊഴം, മഞ്ഞിലെ സംഭാഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് നോക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് മാധവിക്കുട്ടിയുടെ കൃതികൾ, K സുരേന്ദ്രൻ, നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ,
സി രാധാകൃഷ്ണൻ, NP മുഹമ്മദ് തുടങ്ങിയവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. NP മുഹമ്മദിന്റെ ഹിരണ്യകശിപു ഒക്കെ മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, അതിന്റെ സവിശേഷതകൾ ഒക്കെ നമുക്ക് അവിടെ പഠിച്ച് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. പിന്നീട് ആധുനിക ഘട്ടത്തിലേക്ക് എത്തി നമ്മൾ അസ്തിത്വാന്വേഷികളായിട്ടുള്ള OV വിജയൻ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ പരീക്ഷയിൽ കാണാറുണ്ട്, അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. മലയാള നോവൽ സാഹിത്യത്തെ നേർപകുക്കുകയാണ് ഖസാക്കിന്റെ ഇതിഹാസം. എങ്ങനെ? മലയാള നോവലിന്റെ ചരിത്രം ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുൻപും ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷവും എന്നാണ്. അത്ര പ്രാധാന്യമുള്ള ഒരു നോവലാണ്. അതിലെ കഥാപാത്രങ്ങളെ ചോദിക്കാറുണ്ട്, അതിന്റെ രചിച്ച വർഷം ചോദിക്കാറുണ്ട്. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആനന്ദിന്റെ നോവലുകൾ, അതേപോലെ തന്നെ M മുകുന്ദന്റെ നോവലുകൾ. ഇക്കഴിഞ്ഞ HST പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ M മുകുന്ദന്റെ ഒരു നോവലാണ്, അല്ലെ? ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏതാണ്ട് 50 വർഷം പിന്നിടുന്നുണ്ട് മയ്യഴിപ്പുഴ തീരങ്ങളിൽ. അത് LP UP പരീക്ഷയ്ക്കും എടുത്ത കാലത്ത് ചോദിക്കുകയുണ്ടായി. അപ്പൊ നോവൽ പ്രസിദ്ധീകരിച്ച വർഷങ്ങൾ വരെ ചോദ്യമായി വരുന്നുണ്ട്. നോവലുടെ സംഭാഷണം ചോദിക്കാറുണ്ട്, നോവൽ ആരംഭിക്കുന്ന രീതിയിൽ ചോദിക്കാറുണ്ട്, നോവലുമായി ബന്ധമുള്ള കൃതികൾ ചോദിക്കാറുണ്ട്. ഇപ്പോ 2024 OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ച് ചോദിച്ചത് മറാത്ത എഴുത്തുകാരന്റെ ഒരു നോവലുമായി, ബംഗൻവാടി എന്ന നോവലുമായിട്ടുള്ള ബന്ധപ്പെട്ട മലയാള നോവൽ ഏത്? ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദ്യത്തിൽ കാതലായ മാറ്റങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, അല്ലെ? ഓക്കെ. ഉത്തരാധുനിക ഘട്ടം, ആഗോളവൽക്കരണ കാലത്തെ നോവലുകൾ, പരിസ്ഥിതി നോവലുകൾ. പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി നോവലുകൾ. വലിയ പ്രാധാന്യമുണ്ട്, അല്ലെ? പരിസ്ഥിതി നോവലുകൾ, ദളിത് നോവലുകൾ, സ്ത്രീ എഴുത്തുകാർ, സൈബർ കഥകൾ. അത് വലിയൊരു മേഖലയാണ് ആധുനിക കാലഘട്ടത്തില് സൈബർ നോവലുകൾ എന്നുള്ളത്, അല്ലെ? നൃത്തം മുതൽ ഇങ്ങോട്ടുള്ള സൈബർ നോവലുകളെ മൊത്തം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നോവലിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ചെറുകഥകളെ കുറിച്ച് പറയാം. ചെറുകഥ ഇത് ഒരു മൊഡ്യൂളാണ്. നോവലും ചെറുകഥയും ഒരു മൊഡ്യൂളാണ്. അതില് ചെറുകഥയിൽ ആദ്യകാല കഥകൾ, അല്ലെ, എന്ന് പറഞ്ഞാൽ വാസനാവികൃതി മുതൽ ഇങ്ങോട്ട് നമ്മൾ മലയാള ചെറുകഥ മൊത്തത്തിലൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഇവരെ ഏതാനും പേരുകളെ ഇവിടെ തന്നിട്ടുള്ളൂ എങ്കിൽ പോലും ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന് M അച്യുതന്റെ പുസ്തകം വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. അതിൽ നിന്നുള്ള സംഭാഷണങ്ങൾ, അതിൽ നിന്നുള്ള പ്രയോഗങ്ങൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെ? അതേപോലെ തന്നെ KN തരകന്റെ, അതുപോലെ തന്നെ MM ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് ഞാൻ പറയാം. ഇനി നവോത്ഥാന കാലഘട്ടത്തിൽ തകഴി, ദേവ്, കാരൂർ ചില പേരുകൾ എടുത്തു തന്നു എന്ന് മാത്രം, അല്ലെ? തകഴിയുടെ നോവലുകൾ, കഥകൾ എണ്ണി നോക്കിയാൽ 400-ലധികം വരും. പക്ഷെ പ്രധാനപ്പെട്ട ചില കഥകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്. അതിൽ വെള്ളപ്പൊക്കത്തിലൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വെള്ളപ്പൊക്കത്തിൽ അതൊക്കെ എപ്പോഴും ചോദ്യപേപ്പറിൽ ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ ദേവിന്റെ കഥകൾ, കാരൂരിന്റെ കഥകൾ ഒക്കെ ചോദിക്കാറുണ്ട്. മരപ്പാവുകൾ ഒക്കെ കാണാറില്ലേ ചോദ്യപേപ്പറിൽ നിങ്ങൾ എപ്പോഴും, അല്ലെ? മരപ്പാവിലെ കഥാപാത്രങ്ങളൊക്കെ, നളിനിയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കാൽപ്പനിക ഘട്ടത്തിൽ MTയുടെ പ്രധാനപ്പെട്ട കഥകൾ, അല്ലെ? ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഏതാണ് കഥ? നിന്റെ ഓർമ്മയ്ക്ക് എന്നാണ്. ക്രിസ്തീയ പശ്ചാത്തലമുള്ള അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ മുമ്പ് ചോദിച്ചതാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളിലൂടെ നമുക്കൊന്ന് കടന്നു പോവേണ്ടതുണ്ട്. T പത്മനാഭൻ, കഥകൾക്ക് വേണ്ടി മാത്രം, കഥയിലെ കാലഭൈരവൻ, അല്ലെ? മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഇതിഹാസം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന 95-ാം വയസ്സിലും കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന T പത്മനാഭന്റെ ഗൗരിയെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസം അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയായിരുന്നു ഏത്? ഗൗരി. ആത്മാംശമുള്ള നോവലാണ്, അല്ലെ? ഗൗരി എന്റെ കാമുകിയായിരുന്നു എന്ന് ഈ അടുത്ത ദിവസം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളിലൂടെ സാക്ഷി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാക്ഷി, അതേപോലെ ഗൗരി, ലളിതാംബിക അന്തർജനം പുരസ്കാരം കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതി, വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള, അല്ലെ, അദ്ദേഹത്തിന്റെ കൃതി, അല്ലെ, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന് പറയുന്ന വയലാർ അവാർഡ് കിട്ടിയ കൃതി, ഇതൊക്കെ നമുക്ക് പരിശോധിക്കണ്ടേ? അപ്പൊ ആ ഭാഗത്ത് നിന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. ഇനി ആധുനിക ഘട്ടത്തിൽ ദർശനത്തിലും ഭാഷയിലും വരുന്ന മാറ്റം, ആധുനികോത്തര മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം, പരിസ്ഥിതി കഥകൾ, സ്ത്രീ കഥകൾ, ദളിത് കഥകൾ,
ആ രീതിയിലുള്ള ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും മലയാള ചെറുകഥയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രചനകൾ, അവാർഡ് കിട്ടിയ രചനകൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ കഥകൾ, ഈ രീതിയിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ള കഥകൾ, പ്രാണവായു പോലുള്ള കഥകളെല്ലാം നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. ഞാൻ നോക്കാം. നമുക്ക് ഗദ്യസാഹിത്യം, ആത്മകഥ നമുക്ക് പഠിക്കണം. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആത്മകഥകൾ, സാഹിത്യകാരന്മാരുടെ ആത്മകഥകൾ, രാഷ്ട്രീയക്കാരുടെ ആത്മകഥകൾ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആത്മകഥകൾ, സിനിമാ നടന്മാരുടെ ആത്മകഥകൾ, ഇങ്ങനെ ആത്മകഥകൾ, പ്രധാനപ്പെട്ട ആത്മകഥകളെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ജീവചരിത്ര കൃതികൾ, സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ വർത്തമാന പുസ്തകം മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതികളിലൂടെ നമുക്ക് കടന്നു പോകണം. ഇപ്പോഴും സഞ്ചാര സാഹിത്യ കൃതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ, വൈജ്ഞാനിക സാഹിത്യത്തിന് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിന്റെ മണ്ണും മനുഷ്യനും, കേരളം മണ്ണും മനുഷ്യനും എന്ന കൃതിയാണ്. അപ്പോൾ വൈജ്ഞാനിക സാഹിത്യത്തിൽ പ്രധാനമായി ഉണ്ടാകുന്ന കൃതികളെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഗദ്യത്തിന്റെ വളർച്ച, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായവരുടെ ആത്മകഥകൾ, തർജ്ജമകൾ, കേരളീയരുടെ ആത്മകഥകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ, ജീവചരിത്രം, ലക്ഷണം, വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം, അവഗണിക്കപ്പെടുന്നവരുടെ ജീവചരിത്രം, അത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോവേണ്ടത്. ഇനി സഞ്ചാര സാഹിത്യം, ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും, അതേപോലെ സഞ്ചാര സാഹിത്യത്തിന്റെ ലക്ഷണം, പ്രധാന കൃതികൾ ഒക്കെയാണ് നമുക്ക് ആ ഭാഗത്ത് നോക്കേണ്ടത്. വൈജ്ഞാനിക സാഹിത്യം, വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിന്റെ വളർച്ച, അതിന്റെ ആവിഷ്കാരം, വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി എന്നീ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ, തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങൾ, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒക്കെ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ രചനകൾ ഏതെല്ലാമാണെന്ന് പരിശോധിച്ചു പോവുകയാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് സിലബസ് നമ്മളോട് പറയുന്നു. അടുത്തത് മൊഡ്യൂൾ നമ്പർ 4, അതിന് 10 മാർക്കാണ്. നിരൂപണം, മലയാള സാഹിത്യ വിമർശനവും പൗരസ്ത്യ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അല്പം കടുപ്പമുള്ളൊരു മേഖലയാണത്, അല്ലെ? മലയാള വിമർശനം, പ്രാരംഭഘട്ടം, പത്രമാസികകളുടെ പങ്ക്, വളർച്ച, കേസരി, വിമർശനത്രയം. CP അച്യുതമേനോന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള മലയാളത്തിലെ വിമർശനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വിമർശനത്രയം, കേസരിയുടെ കൃതികൾ, വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, അതേപോലെ തന്നെ ത്രിമൂർത്തികൾ എന്ന് അവകാശപ്പെടുന്ന MB പോൾ, മുണ്ടശ്ശേരി, മാരാർ തുടങ്ങിയവരുടെ കൃതികൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. MN വിജയൻ സാറിന്റെ കൃതികൾ, ഇതെല്ലാം പ്രധാനമായിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ വിമർശനത്തിലെ ധാരകൾ, മാർസിയൻ വിമർശനം, മനഃശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, സർഗാത്മക ചിന്താ പദ്ധതികൾ, ആധുനിക ഉത്തരാധുനിക വിമർശനം, ഉത്തരാധുനിക വിമർശനത്തിന്റെ സവിശേഷതകൾ, അങ്ങനെ പ്രധാനപ്പെട്ട വിമർശന കൃതികളൊക്കെയാണ് നമ്മളിവിടെ നോക്കി പോവേണ്ടത്. അടുത്തത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, TS എലിയട്ട് എന്നിവരുടെ പ്രധാനപ്പെട്ട ചിന്തകൾ, കഥാർസിന്റെ സവിശേഷതകളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതില് ഉത്തരാധുനിക വിമർശനത്തിൽ ദളിത് വിമർശനം, പരിസ്ഥിതി വിമർശനം, സ്ത്രീവാദ വിമർശന, ആ രീതിയിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികൾ, ഇത് ഫെമിനിസത്തിന്റെ ആവിർഭാവം, അതിൽ പ്രധാനമായിട്ട് ലോക സാഹിത്യത്തിലുണ്ടായിട്ടുള്ള കൃതികൾ, മലയാളത്തിൽ ഫെമിനിസം വളരുന്നത്, അതിലെപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ സച്ചിദാനന്ദൻ മാഷുടെ ഒരു പരാമർശം, പെണ്ണെഴുത്ത് എന്ന പരാമർശം, പാപത്തറ എന്ന സാറാ ജോസഫിന്റെ ചെറുകഥാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ള പെണ്ണെഴുത്ത് എന്ന പ്രയോഗം, അതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ അവിടെ മുതൽ ഇങ്ങോട്ട് ഈ ഫെമിനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കൃതികളും അതിന്റെ സവിശേഷതകളും അതിന്റെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്കവിടെ ക്രോഡീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ളതിൽ കവി, കാവ്യം, സഹൃദയൻ, ഇതിന്റെ എല്ലാം നിർവചനങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചോദിക്കും. നിർവചനങ്ങൾ: രസം, ധ്വനി, രസസിദ്ധാന്തം, ധ്വനി സിദ്ധാന്തം, അതേപോലെ അലങ്കാരം, വൃത്തം, തിണസങ്കല്പങ്ങൾ, സംഘകാല കൃതികളിലെ തിണസങ്കല്പങ്ങൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നെയ്തൽ, മരുതം, അതിന്റെ സവിശേഷതകൾ, അതൊക്കെ നമുക്ക് അവിടെ പഠിച്ച് പോവേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് മൊഡ്യൂൾ നമ്പർ 5 ആണ്, 10 മാർക്കാണ്.
ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം എന്നിവയാണ് ആ ഭാഗത്തിൽ നമ്മൾ നോക്കേണ്ടത്. ഭാഷയെക്കുറിച്ചുള്ള നിർവചനം, സ്വനിമം, രൂപിമം, വാക്യം, അതിന്റെ നിർവചനങ്ങൾ ഒക്കെ, ഉദാഹരണങ്ങൾ ഒക്കെ ചോദിക്കാം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ, അതാണ് ആ ഭാഗത്ത് പ്രധാനമായും വരുന്നത്. സ്വനിമത്തിന്റെ നിർവചനം എന്താണ്, രൂപിമത്തിന്റെ നിർവചനം എന്താണ്, അതിന് ഉദാഹരണങ്ങൾ ചോദിക്കാം അല്ലെ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഭിന്നവാദങ്ങൾ അല്ലെ, സ്വതന്ത്രവാദം, സംക്രമണവാദം, പൂർവ്വ തമിഴ് വാദം, സംസ്കൃതജന്യവാദം, സ്വതന്ത്രവാദം, ഇങ്ങനെ ഇതിന്റെ വക്താക്കൾ ആരെല്ലാമാണ് അല്ലെ. കേരളപാണിനിയുടെ സിദ്ധാന്തങ്ങൾ എപ്പോഴും ഈ മേഖലയിൽ ചോദിക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇനി അക്ഷരമാല, ശബ്ദവിഭാഗത്തിൽ നാമം, ക്രിയ, ഭേദകം, വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയിട്ടുള്ള, ഇവിടെ നാമവും ക്രിയയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വചനം, ലിംഗം, ഭേദം ഒക്കെ നമുക്കൊന്ന് ഒഴിച്ചു പോകണം. ആ വ്യാകരണവുമായി ബന്ധപ്പെട്ടുള്ള സന്ധി, സമാസം, ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കി പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. എങ്കിൽ മാത്രമേ അത് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സന്ധിയിൽ നിന്ന് മിക്കവാറും ഏതെങ്കിലും ഒരു വാക്ക് ചോദിക്കാറുണ്ട്. മിക്കവാറും ആദേശ സന്ധിയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു വാക്ക് സാധാരണ ചോദിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, സന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം. ഇനി മൊഡ്യൂൾ നമ്പർ 6 മാധ്യമ പഠനം. അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ ഇത് സിലബസ് ഒന്ന് വിപുലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ അച്ചടി, മലയാള അച്ചടി, രാജ്യസമാചാരം മുതൽ ഇങ്ങോട്ട്, CMS പ്രസ് മുതൽ ഇങ്ങോട്ട്, ബെഞ്ചമിൻ ബെയ്ലി മുതൽ ഇങ്ങോട്ട് മുഴുവൻ നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട മാസികകൾ, അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇല്ലിക്കുന്നിൽ നിന്നുള്ള രാജ്യസമാചാരം മുതൽ ഇങ്ങോട്ട്, മലയാളത്തിലുണ്ടായിട്ടുള്ള ജ്ഞാനനിക്ഷേപം പോലുള്ള പ്രധാനപ്പെട്ട മാസികകൾ, അവയുടെ രചനാവർഷങ്ങൾ, അതിന്റെ വക്താക്കൾ തുടങ്ങി ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാതൃഭൂമി, അതുപോലെ മലയാളം പോലുള്ള ഇന്നത്തെ ചില പ്രസിദ്ധീകരണങ്ങളിലെ അതുവരെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്, കോഴിക്കോട്ട് നിന്ന് പ്രക്ഷേപണം ആരംഭിച്ച വർഷം അല്ലെ, മലയാളത്തിൽ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഒക്കെ ചോദിക്കാം. റേഡിയോയുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ, മലയാള പ്രക്ഷേപണം, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക്, ഈ മാധ്യമങ്ങൾ നമ്മുടെ മലയാള ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് ചോദ്യ രൂപേണ നിങ്ങളോട് ചോദിച്ചേക്കാം. പത്രമാസികകളുടെ വളർച്ച, വിവിധ ഘട്ടങ്ങൾ, റേഡിയോ പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേർണലിസവും, ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഭാഷയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ. അടുത്തത് മൊഡ്യൂൾ നമ്പർ 7 ദൃശ്യകല, ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ എന്നുള്ളത് അല്ലെ. ഈ മേഖലയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 2024 നടന്ന HSST പരീക്ഷയ്ക്കും 2024 നടന്ന HSA പാർട്ട് ടൈം പരീക്ഷയ്ക്കും 2022 നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന HSA പരീക്ഷയ്ക്കും കൂടി 22ഓളം ചോദ്യങ്ങളാണ് ഈ 3 ചോദ്യ പേപ്പറിൽ നിന്ന് മാത്രം ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്, ദൃശ്യകലാ പാരമ്പര്യം. കാരണം നമ്മുടെ സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട അംശങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൃശ്യകല, അതിൽ ആട്ടക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ആട്ടക്കഥ മാത്രം പിടിച്ചാൽ പോരാ. അവിടെ കൂടിയാട്ടം, കൂത്ത്, പാടകം, അതേപോലെ തന്നെ കൃഷ്ണനാട്ടം, രാമനാട്ടം. ഈ രാമനാട്ടത്തിന്റെ വക്താവാരാണ്, അതിന് ഉപജ്ഞാതാവാരാണ്, അതിന്റെ സവിശേഷതകൾ ഏത്, 8 കഥകളിൽ പെടുന്നത് ഏത്, രാമനാട്ടം ആരാണ് ചിട്ടപ്പെടുത്തിയത്, കൊട്ടാരക്കര തമ്പുരാനാണ്, അതിന് സവിശേഷതകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നമ്പ്യാൻ തമിഴ് പാടകവുമായി ബന്ധപ്പെട്ട് നമ്പ്യാൻ തമിഴിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടിയാട്ടത്തെ കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന 2001 ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയത് കൂടിയാട്ടത്തെ, 2010 മുടിയേറ്റിനെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയത്, അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ആ ഭാഗത്ത് ചോദിക്കുന്നത്. മലയാളത്തിലെ ദൃശ്യകലകളുടെ ഒരു പൊതുവായ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കി വെക്കണം. ഇവിടെ ആട്ടക്കഥ മാത്രം പഠിച്ചാൽ പോരാ. ഇനി ആട്ടക്കഥ പഠിക്കുകയാണെങ്കിൽ തന്നെ ആട്ടക്കഥയിലെ പ്രധാനപ്പെട്ട കോട്ടയം കൃതികൾ, നളയരുതം ആട്ടക്കഥ, ഇരമീൻ തമ്പുരി ആട്ടക്കഥ, അശ്വതി തിരുനാളിന്റെ ആട്ടക്കഥ, കാർത്തിക തിരുനാളിന്റെ ആട്ടക്കഥ, അങ്ങനെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ബുദ്ധയിരുതം പോലുള്ള NV കൃഷ്ണന്റെ ആട്ടക്കഥ, V കൃഷ്ണൻ തമ്പിയുടെ താടകാവധം പോലുള്ള ആട്ടക്കഥകൾ, അതേപോലെ തന്നെ പാർവതി പ്രണയം പോലുള്ള R രാമേന്ദ്രൻ നായരുടെ ആട്ടക്കഥകൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിരിക്കുന്ന ആട്ടക്കഥകളുടെ പേരുകൾ, അതിന്റെ ശ്ലോകങ്ങൾ, അതൊക്കെ തന്നെ നമ്മൾ പ്രധാനമായി പഠിച്ച് പോവേണ്ടതായിട്ടുണ്ട്. ഇനി ക്രമദീപിക, ആട്ടപ്രകാരവും ക്രമദീപികയുമാണല്ലോ ഇതിന്റെ സിദ്ധാന്തം പറയുന്ന ഗ്രന്ഥങ്ങൾ. തോല മഹാകവിയുടെ വള്ളത്തോളും കേരള കലാമണ്ഡലവും
അതുമായി ബന്ധപ്പെട്ട അത് സ്ഥാപിച്ച വർഷങ്ങൾ, അത് മുകുന്ദരാജയുടെ സഹായം, ഇതൊക്കെ ആ ഭാഗത്ത് വന്നേക്കാം. ഇനി തുള്ളല്, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച്, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് വിവിധ തരം തുള്ളലുകൾ, ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയം തുള്ളൽ, താഴെ കൊടുത്തിൽ ശീതങ്കം തുള്ളലിൽ വരുന്ന കൃതി ഏത് എന്ന് 2024 അല്ലെ ധ്രുവചരിതം കൃതിയായിരുന്നു ഉത്തരം വന്നിട്ടുള്ളത്. അതായത് തുള്ളൽ, ഓട്ടംതുള്ളല്, പറയം തുള്ളല്, ശീതങ്കം തുള്ളല്, ഇങ്ങനെ ആ തുള്ളൽ വിഭാഗത്തിൽ വരുന്ന കൃതി ഏത് എന്ന് വരെ സൂക്ഷ്മമായിട്ട് ചോദ്യം വരുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ പഠിച്ച് സെറ്റായി പോവേണ്ടത്. ഇനി നാടകം, മലയാള നാടകത്തിന്റെ ചരിത്രം. മലയാള നാടകം എന്ന് പറഞ്ഞാൽ പഞ്ചധാരകളിലൂടെ വികാസം പ്രാപിക്കുന്ന മലയാള നാടക പ്രസ്ഥാനം ഏതാണ്? സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനം, പിന്നെ ഇംഗ്ലീഷ് നാടകങ്ങളുടെ, ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം, തമിഴ് നാടകങ്ങളുടെ വിവർത്തനം, അതേപോലെ തന്നെ സ്വതന്ത്ര നാടകങ്ങൾ, പുരാണ കഥകളുടെ പുനരാഖ്യാനമായിട്ടുള്ള നാടകങ്ങൾ, അങ്ങനെ പഞ്ചധാരകളിലൂടെ രൂപപ്പെട്ടു വരുന്ന മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ആദ്യത്തെ സാമൂഹ്യ നാടകമായിരിക്കുന്ന മറിയാമ്മ നാടകം, ആദ്യത്തെ രാഷ്ട്രീയ നാടകം സമത്വവാദി 2024 ചോദിച്ചാണ്. 2024 ചോദിച്ചതാണ് സമത്വവാദി എന്ന നാടകത്തെ കുറിച്ച്. അപ്പൊ നാടകത്തിന്റെ ചരിത്രം, അതേപോലെ തന്നെ കാവാലത്തിന്റെ തനത് നാടക സങ്കല്പങ്ങൾ, അതേപോലെ തന്നെ CN ശ്രീകണ്ഠൻ നായരുടെ പുരാണ നാടകത്രയം, പിന്നെ തെരുവ് നാടകങ്ങൾ, വെള്ളേരി നാടകങ്ങൾ ഇല്ലേ, അത് 2024 ആയഞ്ചേരി വല്യശ്മാനൻ എന്ന് പറയുന്നത് TP സുകുമാരന്റെ വെള്ളേരി നാടക വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ ആ നാടക രംഗത്തുണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും കുറിച്ചൊരു അവബോധം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നാടകങ്ങൾ. ഓക്കെ, ഇനി നവീന സങ്കല്പങ്ങൾ, ഇബ്സനിസം. ഇബ്സന്റെ നാടക സങ്കല്പങ്ങൾ മലയാളത്തിൽ അല്ലെ, ഇബ്സന്റെ നാടക സങ്കല്പം എന്ന് പറയുമ്പോൾ അത് എൻ കൃഷ്ണപിള്ളയുടെ ആണ് കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കന്യകയാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രശ്ന നാടകം അല്ലെ. അഴിമുഖത്തേക്ക്, അനുരഞ്ജനം തുടങ്ങിയിരിക്കുന്ന നാടകങ്ങൾ, നാടക പ്രസ്ഥാനത്തിന് എൻ കൃഷ്ണപിള്ള ചെയ്ത സംഭാവനകൾ, അപ്സൈഡ് നാടകങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ CJ തോമസിന്റെ നാടകങ്ങൾ ഒക്കെയാണ് അവിടെ. ഇംപ്രഷനിസം നാടകങ്ങൾ, തനത് നാടകങ്ങൾ, കാവാലം അല്ലെ. ആധുനിക സിനിമയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വിഗതകുമാരൻ മുതൽ ഇങ്ങോട്ട് സിനിമയുടെ ചരിത്രം. ഈ അടുത്ത് ചോദിച്ചത് പിന്നെ രണ്ടാമത്തെ നിശബ്ദ സിനിമ ഏത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ നിശബ്ദ സിനിമ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഗതകുമാരന് ശേഷം ഉണ്ടായിട്ടുള്ള ചില സിനിമകളുണ്ട്. സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ, അതാണ് നിശബ്ദ സിനിമയിൽ വരുന്നത്, രണ്ടാമത് വരുന്നത്. ആ സിനിമയുടെ വളർച്ച, വികാസം, അതിൽ പല കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള തിരക്കഥകൾക്ക് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരങ്ങൾ, കാൻ ഫിലിമിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമകൾ. അപ്പൊ ആ രീതിയിലേക്ക് മലയാളത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പൊതുചരിത്രം ഒന്ന് നമ്മൾ പരാമർശിച്ചു പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 8 കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും 10 മാർക്ക്. കേരള സംസ്കാര പഠനത്തിന് സഹായമാകുന്ന ഉപാധികൾ, ആര്യന്മാര്, അവരുടെ ആഗമനം, അതുമായിട്ട് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മൊഡ്യൂളാണിത് അല്ലെ. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നോക്കേണ്ടത് ഐക്യ കേരള പ്രസ്ഥാനവും, അതേപോലെ കേരളത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ടുള്ളത്, നവോത്ഥാന നായകന്മാർ ഒക്കെ അതിൽ വരണം. കേരളത്തിലെ മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, ഇതെല്ലാം ആ ഭാഗത്ത് നമ്മൾ പഠിച്ച്, സംഘകാല കൃതികൾ ഒക്കെ അവിടെ വരുന്നുണ്ട്, തൃണസങ്കല്പങ്ങൾ ഒക്കെ. ഇനി ഫോക്ലോർ സംജ്ഞയും സവിശേഷതയും, ഫോക്ലോറിന്റെ പ്രധാന കൃതികൾ അല്ലെ. MV വിഷ്ണു നമ്പൂതിരിയുടെ കൃതികളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അതേപോലെ ഫോക്ലോർ ആസ്ഥാനം എവിടെയാണ്, ഇതൊക്കെ തന്നെയുമാണ് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി ഈ മൊഡ്യൂളിലൂടെ കടന്നു പോവാൻ നമ്മൾ കേവലം ഏതെങ്കിലും റാങ്ക് ഫയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയോ? പോരാ എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ചിലതെങ്കിലും, എല്ലാമൊന്നും നമുക്കാവില്ല, ചിലതെങ്കിലും നിങ്ങൾ പരിശോധിച്ചു പോവേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ റാങ്ക് ഫയലിലും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആധികാരികമായ ചില ഗ്രന്ഥങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത് നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് തരുന്നത്. ഏതെല്ലാമാണ്? അതിലൊന്ന് മലയാള കവിതാ സാഹിത്യ ചരിത്രം. കവിതയെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ ഒരു കണ്ടെത്തലാണ് ലീലാവതി ടീച്ചറുടെ ഈ പുസ്തകം, മലയാള കവിതാ സാഹിത്യ ചരിത്രം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, നിങ്ങളുടെ ഡിഗ്രിക്കും
അതേപോലെ PGക്കൊക്കെ പഠിക്കുന്ന കാലത്ത് വാങ്ങിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണം. അതിൽ ആദ്യകാല കവിതകൾ മുതൽ ഇങ്ങ് ഏറ്റവും പുതിയ കവിതകൾ വരെ, ഉത്തരാധുനിക കവിത അത്രത്തോളം ഇല്ല, എന്നാൽ അതുവരെ ഉണ്ടായിട്ടുള്ള കവിതകൾക്കെല്ലാം നല്ല ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ആധുനിക മലയാള കവിതാ സാഹിത്യ ചരിത്രം ഡോക്ടർ എം ലീലാവതി. അല്ലെ, നല്ലൊരു പുസ്തകമാണ്, നിങ്ങളത് റെഫർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കവിതയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഒരു 10-20 കൊല്ലക്കാലത്തെ ചോദ്യപേപ്പർ നെറ്റ് പരീക്ഷയുടെയും HSST പരീക്ഷയുടെയും HSA പരീക്ഷയുടെയും ഒക്കെ ചോദ്യപേപ്പർ എടുത്ത് പരിശോധിക്കുമ്പോൾ, കോളേജിലെ ലെക്ചർമാരുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേപടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഡോക്ടർ KM ജോർജ് എഡിറ്റ് ചെയ്ത നല്ലൊരു പുസ്തകമാണ്. പ്രസ്ഥാനമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം ഇതിന്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ്, ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ്. അതിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള, AD ഹരിശർമ്മ, അതേപോലെ തന്നെ SK നായർ തുടങ്ങിയിരിക്കുന്ന, S ഗുപ്തൻ നായർ തുടങ്ങിയിരിക്കുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ആണ് ഓരോ വിഭാഗവും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ദൃശ്യകലാ പ്രസ്ഥാനം, ഇങ്ങനെ പ്രസ്ഥാനമാക്കി തിരിച്ചിട്ടുള്ള വളരെ നല്ല ഒരു പുസ്തകമാണ്. റഫറൻസിന് ആധികാരികമാണ് ഈ ഗ്രന്ഥം. ഓക്കെ, അതിലെല്ലാം പുതിയ കൃതികൾ വരെ പറയുന്നുണ്ട്. അടുത്തത് N കൃഷ്ണപിള്ളയുടെ മറ്റൊരു കൈപ്പുസ്തകമാണ്, നമുക്ക് സൂക്ഷിക്കാവുന്ന കൈരളിയുടെ കഥയാണ്. എല്ലാം അതിലുണ്ട്, എല്ലാം സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിലും പറയുന്നത് 100% ആധികാരികമാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. നല്ല ഒരു പുസ്തകമാണ് കൈരളിയുടെ കഥ, അല്ലേ? ഓക്കെ, അതും നിങ്ങൾ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെ 1-2 വാള്യങ്ങൾ. പ്രാചീന സാഹിത്യം പഠിക്കുമ്പോൾ, പാട്ട് മണിപ്രവാളമൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിൽ 1-ാം വോള്യത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് ചരിത്രകാരന്മാരും എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. ആധികാരികമായ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1-2 വാള്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ പറ്റുമെങ്കിൽ കാണണം. സ്കൂൾ ലൈബ്രറിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ലൈബ്രറിയിലോ ആരും അധികം റെഫർ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും ഈ പുസ്തകം. നമുക്കത് ലൈബ്രറിയനോട് ചോദിച്ച് വാങ്ങി നോട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് വിശ്വസാഹിത്യ ദർശനങ്ങൾ, നെല്ലിക്കൽ മുരളീധരന്റെ നല്ല ഒരു പുസ്തകമാണ്. നമുക്ക് ഈ പാശ്ചാത്യ പൗരസ്ത്യം ഒക്കെ നോക്കാൻ നമുക്ക് ആധികാരികമായ ഒരു പുസ്തകമാണ് വിശ്വസാഹിത്യ ദർശനങ്ങൾ, നെല്ലിക്കൽ മുരളീധരന്റെ. അടുത്തത് ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഡോക്ടർ KM ജോർജ്, അല്ലെ? ഇതതിന്റെ പരിഷ്കരിച്ച് വിപുലീകരിച്ച പതിപ്പാണ്. ഓക്കെ, ആധുനിക കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ടത്. ആധുനിക കൃതികളെ കൂടി പരാമർശിച്ചുകൊണ്ട് ഉള്ള ഒരു പുസ്തകമാണ്. അടുത്തത് വ്യാകരണത്തിന് നമുക്ക് കേരള പാണിനീയം, ചില മേഖലകൾ, ചില ടോപ്പിക്കുകൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ വായിച്ചു തീർക്കണമെന്നില്ല. നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാക്യവിഭാഗം, നാമവിഭാഗം, സന്ധി, സമാസം, തദ്ധിതം, ഭേദകം, കാരകം, അല്ലെ? അതൊക്കെ നോക്കാൻ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് കേരള പാണിനീയം, അല്ലെ? അത് നമ്മുടെ നേരത്തെ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിലൂടെയുള്ള യാത്ര എളുപ്പമായിരിക്കും. അപ്പം പറ്റുമെങ്കിൽ നമ്മളത് കയ്യിൽ സൂക്ഷിച്ച് വെച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് ഇത് നമ്മുടെ ഒരു യൂണിറ്റ് ആണ്. ഭാഷാശാസ്ത്രം എന്നുള്ളത് നമ്മുടെ ഒരു യൂണിറ്റ് ആണ്. അതിന് നല്ലൊരു പുസ്തകമാണ് ഇതിലെ ഭാഷാശാസ്ത്രം, സിദ്ധാന്തങ്ങളും പ്രയോഗവും എന്നുള്ള ഈ പുസ്തകം. നിങ്ങൾ റെഫർ ചെയ്താൽ മാത്രം മതിയാകും, അല്ലെ? പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പോവേണ്ടതാണ്. അടുത്തത് പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാൻ, ഇപ്പൊ മലയാള നോവൽ മാത്രം പഠിക്കാൻ MB പോളിന്റെ പുസ്തകമുണ്ട്. അതേപോലെ തന്നെ മലയാള നോവൽസ് സാഹിത്യ ചരിത്രം പ്രൊഫസർ KM തരകന്റെ പുസ്തകം നമുക്ക് റെഫർ ചെയ്യാവുന്ന നോവലിന് മാത്രമായിട്ട്. അതേപോലെ തന്നെ MB പോളിന്റെ പുസ്തകവും നോവൽ സാഹിത്യം എന്ന് പറയുന്ന പുസ്തകവും നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് പന്മന രാമേന്ദ്രൻ നായർ എഡിറ്റ് ചെയ്തിട്ടുള്ള സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രം എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ, ഇപ്പൊ മലയാള സാഹിത്യ ചരിത്രങ്ങൾ വലിങ്ങനെ ഇറങ്ങുന്നില്ല, അതിനൊരു ശ്രമമാണ്. അതിന്റെ ആ ഒരു പോരായ്മ പരിഹരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ്. പുതിയ കൃതികളെ കുറിച്ച്, ഉത്തരാധുനിക കൃതികളെ കുറിച്ചെല്ലാം ചില ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് റെഫർ ചെയ്യേണ്ടതാണ്. പിന്നെ ചെറുകഥ എന്ന് പറയുന്ന മൊഡ്യൂള് MH പുസ്തകമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായി.
ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് അതേപോലുള്ള ചില കൊട്ടേഷൻസ് ഒക്കെ ചോദിച്ച് വരുന്നുണ്ട്. എം ബഷീറിന്റെ പുസ്തകവും ഉണ്ട് അല്ലെ. ആ രീതിയിൽ ഉള്ള പുസ്തകങ്ങൾ വേറെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോ ഇത്രയുമാണ് പ്രിയപ്പെട്ടവരെ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ താഴെ കാണുന്ന പ്രൊഫ് സ്കെയിലിന്റെ മൊബൈൽ നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ അതിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. അതിൽ നമ്മൾ കൃത്യമായിട്ട് OMR ഷീറ്റ് വെച്ചുള്ള പരീക്ഷകൾ ഉണ്ടാകും. മാസത്തിൽ അവസാനം നടക്കുന്ന ഒരു പരീക്ഷയുണ്ട്. ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്. പിന്നെ കൃത്യമായിട്ട് എല്ലാ മൊഡ്യൂളും തീർക്കുന്നു എന്നുള്ളതാണ്. തീർത്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കി അയക്കും. പുതിയ സിലബസ് വന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള ഭാഗം നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.